വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ നോഷനിൽ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാൻ പോവാണ്. എനിക്കറിയാം കുറേ ഹാബിറ്റ് ട്രാക്കർ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലേ കൂടുതൽ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് ഫംഗ്ഷൻ പഠിച്ചാലും വളരെ കുറച്ച് ഫംഗ്ഷനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് 80-20 പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. 80-20 പ്രിൻസിപ്പിൾ അറിയാത്തവർക്കായി പറഞ്ഞു തരാം. 80-20 പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ 80% ഓഫ് റിസൾട്ട് കംസ് ഫ്രം 20% ഓഫ് എഫേർട്ട്. അത് ഇതിനെ വേറെ രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ടൂൾസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 80% ഓഫ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ഫുൾ പേജ് ഡേറ്റാബേസിലേക്ക് അഗെയിൻ പോകുന്നു. ആസ് യൂഷ്വൽ ആൻഡ് നെയിം ആസ് എ ഹാബിറ്റ് ട്രാക്കർ. ടാക്സ് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്ത് കളയാനും. സോ ദിസ് ഈസ് യുവർ ഡേ. ഓക്കെ, ഇനി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിന്ന് ചെക്ക് ചെയ്താൽ മതി. ഓൺ ഓഫ് അതാണ് മെയിൻലി ജനറൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ചെക്ക് ബോക്സ്. സോ വി വിൽ ഗോ ഫോർ എ ചെക്ക് ബോക്സ്. സെലക്ട്, ക്ലോസ്. സോ ദ ചെക്ക് ബോക്സ് ഇസ് റെഡി. റീനെയിമിങ് ആസ് എന്താണ് നിങ്ങൾക്ക് വേണ്ട ഹാബിറ്റ്സ്? ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ടൈം ബീയിങ് ഞാൻ 3 എണ്ണം ഇടുന്നുള്ളൂ. ജേർണലിംഗ് ആണ്, വർക്കൗട്ട്, റീഡിങ്. ഓക്കെ, ഇത് 3 ഇട്ടു. ചെക്ക് ബോക്സ് അല്ല, ഇത്രയും സ്ഥലം കളയാനല്ല, നിങ്ങൾക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നം, അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കൺ മാത്രമേ കാണാൻ പറ്റൂ. ഐക്കൺ ആണെങ്കിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത കാരണം യു വിൽ കീപ് സം ഐക്കൺ. നൈസ് ഐക്കൺ നമുക്ക് കൊടുക്കാം. ജേർണലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെൻ ഐക്കൺ കൊടുക്കാം. ഓക്കെ, വർക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മേ ബി ഡംബൽ. സോ റീഡിങ്ങിന് ബുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാം. ബുക്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ബുക്സ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിനിങ്ങനെ ഒരു സൈഡിലേക്ക് നല്ല രീതിയിൽ നിറച്ച് വെക്കാം. സോ ഈ ഡേ എന്ന് പറയുന്നത് ഏത് ഡേ ആണെന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡേക്ക് പകരം ഒരു ട്രിക്കുണ്ട്. @ വെച്ചിട്ടുള്ള ട്രിക്ക്. @ കൊടുക്കുകയാണെങ്കിൽ @ ആണ് ഞാൻ ടൈപ്പ് ചെയ്തത്. @ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ടുഡേ വന്നു. ഈ ടുഡേ സെലക്ട് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യുകയാണ്. സോ ഇനി എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ ഇത് സംഭവം കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് അറിയണം. അങ്ങനെ പ്രോഗ്രസ് അറിയണമെങ്കിൽ നമുക്കൊരു ഫോർമുലയാണല്ലോ എപ്പോഴും നല്ലത്. പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസി വേ ആണ്. ഞാനിത് എടുത്തതിന് ശേഷം ഈ 3 ചെക്ക് ബോക്സ് എനിക്ക് നമ്പറിലേക്ക് മാറ്റി ആഡ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടു നമ്പർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടി ടു നമ്പർ. ഫസ്റ്റ് ഏതാണ്? ജേർണലിംഗ് പ്ലസ് എനിക്കിനി റിപ്പീറ്റ് ചെയ്യണം. ടു നമ്പർ അഗെയിൻ. അടുത്ത എത്ര ഹാബിറ്റ്സ് ആണോ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, എല്ലാ ഹാബിറ്റ്സും നിങ്ങൾ ടു നമ്പർ ആക്കണം. ഈ ടു നമ്പർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് ടിക്ക് ആക്കുമ്പോൾ അത് 1 ആകും. ടിക്ക് അല്ലെങ്കിൽ അത് 0 ആകും. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഞാനിപ്പോൾ ഡൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിന് 0 ആണ് വാല്യൂ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ആകും. അടുത്ത് ചെക്ക് ചെയ്താൽ 2 ആകും. അടുത്ത് ചെക്ക് ചെയ്താൽ 3 ആകും. അപ്പം ഇതിനെ ഇനി പെർസെൻറ്റേജിലോട്ട് ആക്കണമെങ്കിൽ സാധാരണ എന്താ ഡിവൈഡഡ് ബൈ 3 അടിച്ചിട്ട് ഇൻറ്റു 100 അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആകും. അല്ലെങ്കിൽ ഇവിടെ പെട്ടെന്നൊരു കാര്യത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റ് പ്രോപ്പർട്ടി നമ്പർ ഫോമാറ്റ് പെർസെൻറ്റേജിലാക്കാം. പക്ഷേ ഇവിടെ പെർസെൻറ്റേജ് ആക്കി കഴിഞ്ഞുള്ള പ്രശ്നം 100, 200, 300 എന്നാണ് പറഞ്ഞത്. ഇൻറ്റു 100% മാത്രമാണ് ആക്കുന്നത്. ഡിവൈഡഡ് ബൈ 3 ചെയ്തില്ല. നമ്മൾ ഫോമുലയിൽ പോയി ഡിവൈഡഡ് ബൈ 3 അടിച്ചിട്ട് ഇങ്ങനെ പെർസെൻറ്റേജ് ആക്കാം ഒരു ഭാഗം. അതല്ലെങ്കിൽ വേറൊരു എളുപ്പം വഴിയിലാക്കുക. കാരണം എനിക്കിങ്ങനെ പെർസെൻറ്റേജ് കാണുന്നില്ല. എനിക്കൊരു എഡിറ്റ് ചെയ്തിട്ട് എനിക്കൊരു പ്രോഗ്രസ് ബാറോ അല്ലെങ്കിൽ ആ ഒരു റിങ് പോലെയുള്ളതാ ഇവിടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിവിടെ പോവുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. അതിനെപ്പറ്റി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോമുല പോയിട്ട് എഡിറ്റ് പ്രോപ്പർട്ടി എടുത്തിട്ട് ഞാൻ ഫോമുലയിലൊന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ബാർ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ബാർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് തിരിച്ച് ഞാൻ നമ്പറിലേക്ക് ആക്കിയിട്ടാണ് ബാർ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ബാർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കാണാം. ഡിവൈഡ് ബൈട്ട് എത്രയാണോ നമ്പർ ഓഫ് ചെക്ക് ബോക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹാബിറ്റ്സ് ഉള്ളത് അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ നമ്പർ ഷോ നമ്പർ ഞാൻ ഓഫ് ചെയ്തോളാം. എനിക്ക് തോന്നുന്നു റിങ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നൗ നത്തിങ് ഇസ് ദെയർ. ഒരു ക്ലിക്ക് ചെയ്യുമ്പം പകുതി പോയി, അടുത്ത് ക്ലിക്ക് ചെയ്യുന്ന കഴിഞ്ഞ് പിന്നീട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ 100% ആയി. സോ നമുക്കത് അങ്ങനെയും കാണിച്ചു തരാം. ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് ഫോമുല എന്നുള്ളതിന് പകരം പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ അല്ലെങ്കിൽ ഐക്കൺ മാറ്റി നമുക്ക്
ഒരു നല്ല ഐക്കൺ, ഈ ഐക്കണൊക്കെയാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് തോന്നുന്നു നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യുമ്പോൾ. ഞാനൊരു ഗ്രാഫിൻ്റെ ഐക്കൺ കൊടുത്തിരിക്കുകയാണ്. സോ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ സംഭവം തന്നെ നമുക്കതൊരു ടെംപ്ലേറ്റ് ആക്കി മാറ്റാൻ പറ്റും. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വരണം, ന്യൂ ക്ലിക്ക് ചെയ്യണം. ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ന്യൂ ടെംപ്ലേറ്റ് എന്ന് വരും. ന്യൂ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവം വരും. അപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ @today എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഡേറ്റ് വെൻ ഡ്യൂപ്ലിക്കേറ്റഡ്, എപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നോ അന്നത്തെ ഡേറ്റ് അവിടെ വരും. ഓക്കെ, ഹാബിറ്റിന് വേണമെങ്കിൽ ഒരു ഐക്കൺ കൊടുക്കാം. ഐ ഡോണ്ട് നോ ഏത് ഐക്കണാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഞാൻ റാൻഡമായിട്ട് കൊടുക്കുകയാണ്. എന്താണത് ഇത് തമ്മിലുള്ള ബന്ധം എന്നൊന്നും ചോദിക്കരുത്, വിച്ച് ഐ ഡോണ്ട് നോ. ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യാം. ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സേവ് ആകും. എന്നിട്ട് ഇവിടെ പോയതിന് ശേഷം ഡിഫോൾട്ട് ഇവിടെ നിന്ന് മാറ്റി ഇവിടത്തേക്ക് ആക്കണം. അതിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക, സെറ്റ് ആസ് ഡിഫോൾട്ട് ആക്കുക ഫോർ ഓൾ വ്യൂസ്. ഓക്കെ, ഇപ്പം എന്താ ഇവിടെ അത് ഡിഫോൾട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിനി ന്യൂവിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയത് ജനറേറ്റ് ചെയ്യും. ടുഡേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയത് ജനറേറ്റ് ആവും. കണ്ടോ, പുതിയത് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് എവറിത്തിങ്. ഇത് കിടക്കട്ടെ, ഇതിപ്പോൾ ജനറേറ്റ് ചെയ്തല്ല, ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എല്ലാ ദിവസവും ഇവിടെ വന്ന് ന്യൂ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് അതിനെ റിപ്പീറ്റ് ആക്കിയാൽ മതി. ബിക്കോസ് വി നോ ദാറ്റ് എവറി ഡേ ഇറ്റ് ഷുഡ് ഹാപ്പൻ. അപ്പം നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ ഇത് തന്നെ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പഠിച്ചൊരു ഫീച്ചർ എന്ന് പറയുന്നത് റിപ്പീറ്റ് എന്ന് പറയുന്നത് സ്വിച്ച് ഓൺ ദ റിപ്പീറ്റ് എവറി ഡേ എവറി 12 AM ആകണം. അത് ജസ്റ്റ് സേവ് ചെയ്യുക. റിപ്പീറ്റ് എവറി ഡേ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ ഇത് തന്നെത്താൻ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. നമുക്കാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് കാണാൻ പറ്റും. ഇനി അടുത്ത് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓളം എന്നുള്ളൊരു സെറ്റപ്പാണ്. എല്ലാ ഹാബിറ്റ്സും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെയാണ്, ഇപ്പോൾ തലേന്നത്തെ ഉണ്ടെങ്കിൽ തലേന്നത്തെ അത് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ആണെങ്കിൽ അതിനെ നമ്മൾ വന്നൊരു ദിവസം രാവിലെ ഇരിക്കുമ്പോൾ നമുക്കെപ്പോഴും ഫീൽ വരണം എന്താണ് ചെയ്യേണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോയി സ്ക്രോൾ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ടുഡേ ഇന്നത്തെ തന്നെ മാത്രം മതി ആദ്യം കണ്ടാൽ മതി. അപ്പം നമ്മൾ അതിന് ടുഡേ എന്ന് റീനെയിം ചെയ്തിട്ട് നമ്മൾ അതെങ്ങനെ ടുഡേ ആക്കും, അത് ഫിൽട്ടർ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ വി നീഡ് എ ഡേറ്റ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതെന്ന് പറയുന്നത് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രിയേറ്റഡ് ടൈം എന്ന് പറയുന്നൊരു ഡേറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇവിടെ. ആ പ്രോപ്പർട്ടിയാണ് നമുക്ക് വേണ്ടത്, വെറും ഡേറ്റ് അല്ല. ക്രിയേറ്റഡ് ടൈം എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ക്രിയേറ്റഡ് ടൈമായി. ഞാൻ ഇനി ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്താൽ മതി. ടുഡേസ് ഡേറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ സാധനം നമുക്ക് ഒന്നും കാണുന്നില്ല. സോ അതുകൊണ്ട് നമുക്കിത് ഹൈഡ് ഇൻ വ്യൂ അടിക്കാം. ഹൈഡ് ചെയ്തെടുക്കട്ടെ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ എ സോർട്ടിങ് പർപ്പസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് സോർട്ട് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ക്രിയേറ്റഡ് ടൈം എടുത്തിട്ട് ടുഡേ ദിസ് ഡേ അതായത് ക്രിയേറ്റീവ് ടൈം എന്ന് പറയുന്നത് ദിസ് ഡേ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ടുഡേ എനിക്ക് കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അന്നേരം ഇവിടെ വരും. ഇനി അടുത്തൊരു വ്യൂ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്താ വേണ്ടത്, ഇവിടെ എന്ന് പറയുന്നത് വീക്ക് വ്യൂ ആയിരിക്കും നമുക്ക് വേണ്ടത്. വീക്ക്ലി. ഓക്കെ, നമ്മൾ വീക്ക്ലി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ അപ്പം നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടത് അഗെയിൻ ക്രിയേറ്റഡ് ടൈം എടുക്കുക. ദിസ് വീക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വീക്ക് വരും. ദിസ് വീക്ക് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി കാണണം. ഇന്നത്തെ ഈ മന്ത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കറിയണം. സോ ഞാൻ മന്ത്ലി ആഡ് ചെയ്തു. സെയിം പ്രോസസ്സ് എഗെയിൻ ഫിൽട്ടർ ചെയ്യുന്നു. ക്രിയേറ്റീവ് ടൈം ഫിൽട്ടർ ചെയ്യുന്നു. ദിസ് വീക്കിന് പകരം ദിസ് മന്ത് ആക്കുന്നു. ദാറ്റ്സ് ഓൾ. ഇയർലി നമുക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് ഗ്രൂപ്പും കൂടെ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ബൈ മന്ത് അല്ല, ഇയർലി പോകുമ്പോഴേ ഗ്രൂപ്പ് ബൈ മന്ത് എന്നാണ്. ഗ്രൂപ്പ് ബൈ വീക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. ടുഡേ വ്യൂ ആയി, വീക്ക്ലി വ്യൂ ആയി, മന്ത്ലി വ്യൂ ആയി. ഇനിയിപ്പോൾ മന്ത്ലി വ്യൂസിൽ നമ്മൾ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് ഒരു കലണ്ടർ വ്യൂവിൽ കാണുന്നതിനായിരിക്കും ബെറ്റർ. വേണമെങ്കിൽ മന്ത്ലി വ്യൂ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അതിനെ ഒരു കലണ്ടർ വ്യൂ ആക്കാം. ഹൗ വാസ് യുവർ മന്ത് എന്നുള്ള രീതിയിൽ കലണ്ടർ വ്യൂ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ടുഡേ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്താലേ നമുക്കത് കാണാൻ സുഖമായിട്ടുള്ളത്. മെയിനായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത്
മന്ത്ലി വന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ കാണേണ്ട പ്രോപ്പർട്ടി മെയിനായിട്ട് ഇനി എത്രത്തോളം പെർസെൻറ്റേജ് ഓരോ ദിവസം വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മാത്രമേ മതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആയില്ലെന്ന് തോന്നുന്നു. സോ ഐ വിൽ കം അഗെയിൻ ദിസ് പാർട്ട്, ഗോ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിലോട്ട് പോകും. പ്രോപ്പർട്ടീസ് പോയതിന് ശേഷം ഈ പെർസെൻറ്റേജ് ഓഫ് ഇതിനെ അൺഹൈഡ് ചെയ്തിട്ട് ഓക്കെ, നൗ ഇറ്റ്സ് ആക്റ്റീവ്. ഇനിയിപ്പോൾ നിങ്ങളതായിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ തന്നെ വേണമെങ്കിൽ കൊടുക്കാൻ, നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ രീതിയിൽ മന്ത് വ്യൂ തന്നെ ആദ്യം കാണാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണം കാണാൻ എന്നുള്ളത്. വീക്ക് എന്ന് പറയുന്നതും യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ കലണ്ടർ വ്യൂ, വീക്ക് കലണ്ടർ വ്യൂ ആക്കാൻ പറ്റും. ഇവിടെ മന്ത് എന്നുള്ള ഓപ്ഷൻസ് മാറ്റി വീക്ക് എന്നുള്ള ഓപ്ഷൻസ് ആക്കിയാൽ മതി. ഇതിന് നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേ ഔട്ട് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോൺ ബൈ കലണ്ടറിൽ ഷോ കലണ്ടർ ആസ് എ മന്ത് ഉണ്ട്. അത് ചേഞ്ച് ചെയ്ത് വീക്കിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദറ്റ് വീക്ക്ലി വ്യൂ. കണ്ടോ, ഒരു വീക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇവിടെ, ഈ വ്യൂ വന്നിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ആക്കാൻ പറ്റും. പക്ഷെ മന്ത്ലി ആണെങ്കിൽ വീക്ക്ലി ഇല്ലാതെ വീക്ക്ലി വ്യൂ ആക്കിക്കോ, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി വ്യൂ ആക്കിക്കോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഹോപ്പ് യു എൻജോയ്ഡ് ആൻഡ് യു ലേൺ സംതിങ്. പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് എഫക്റ്റീവ് ആണോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ പറയുക.